നമ്മൾ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയിരിക്കണെന്ന് പറയാൻ. അതിന് മൗലവി എന്താ തെളിവ് പറയുന്ന നിങ്ങള്? CM വലിയുല്ലാഹിയുടെ പേരിലേക്ക് ഒരു പണ്ഡിതൻ ഇറക്കിയ ഒരു സ്മരണിക ഉണ്ട്. ആ സ്മരണികയില് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. ആ ഹദീസ് എന്താ? ഫർളുകളോടുകൂടെ സുന്നത്തുകളായ കാര്യങ്ങൾ അധികരിപ്പിച്ച് അള്ളാന്റെ ഇഷ്ടം തേടിയ വലിയായ ഒരാൾ മാറിയാൽ അള്ളാന്റെ റസൂൽ ഖുദ്സിയായ ഹദീസിലൂടെ പറയാണ്, ഞാൻ അവന്റെ കയ്യാവും കാലാകും എന്നൊക്കെ. അത് വിശദമായി ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിനൊരുപാട് വ്യാഖ്യാനങ്ങൾ പല ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിന് പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട്. സമീഅൽ ഖരീബ വൽ ബഈദ് റഅൽ ഖരീബ വൽ ബഈദ്. അടുത്തുള്ളത് കാണാൻ കഴിയുന്നത് പോലെ അകലെയുള്ളത് കാണുകയാ, അകലെയുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ കേൾക്കാൻ കഴിയുന്നത് പോലെ, അടുത്തുള്ളത് കേൾക്കാൻ കഴിയുന്നത് പോലെ അകലെയുള്ളത് കേൾക്കാൻ കഴിയുകയാ. ഭൂമി ഒരുണ്ട പോലെ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ. അകലങ്ങളില്ലാതെ അറിവിന്റെ മഹാവാദയാനങ്ങൾ ആത്മീയമായ പവർ കൊണ്ട് കറാമത്ത് കൊണ്ട് അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കുകയാണ്. അത് വെച്ചിട്ട് ആ CM സ്മരണികയിൽ ആ ആശയം പറയുന്നുണ്ട്, അല്ലാഹു കാണുന്നത് പോലെ കാണും എന്ന് പറഞ്ഞാല് അള്ളാനെ പോലെ കാണുന്നല്ല, അതിന്റെ ബാക്കിയിൽ അതിന്റെ വിശദീകരണമുണ്ട്. ആ വിശദീകരണം വായിക്കാതെ ആ സ്മരണിക വെച്ചിട്ട് മൗലവി ആടിനെ പട്ടിയൊക്കെ ഞങ്ങൾ ആവർത്തിച്ച് ഞങ്ങൾ ചോദിച്ചല്ലോ, ആവർത്തിച്ച് ഞങ്ങൾ പലയിടത്തും മറുപടിയും പറഞ്ഞല്ലോ. പിന്നെ ആ നോണ ആവർത്തിച്ച് എന്തത്തെ കാട്ടുക? നിങ്ങൾ CM സ്മരണിക എവിടെയൊക്കെ വായിച്ചു, അവിടെയും നിങ്ങൾ ഉത്തരം പറയാൻ നോക്കിയത് അത് കൊടുത്ത കഴിവാണ്. ഇതാ വീണ്ടും ചോദിക്കുന്നു, വലിയുള്ളാഹി CM സ്മരണിക എത്ര കൊല്ലമായി എന്താ നിങ്ങൾ പിൻവലിക്കാത്തത്? അതോ നിങ്ങളെ കലാപരിപാടി ഞങ്ങൾക്കില്ല. പിൻവലിക്കേണ്ടതൊന്നും മതമായി ഞങ്ങൾ പറയാറില്ല. പറഞ്ഞതൊക്കെ മതക്കാർ, അത് മരണം വരെ ഞങ്ങളെയൊക്കെ ഉണ്ടാവും ചെയ്യും. ഇത് മാലഹാമിൻ കറാറാണ്, ഇസ്ലാമാണ്. സഹോദരങ്ങളെ, എന്താ ഇതിലുള്ളത്? വളരെ പേടിയോടെ കേൾക്കണം. അല്ല കാണും പോലെ കാണുകയും അല്ല കേൾക്കും പോലെ കേൾക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുക. ആര്? CM മടവൂർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ വിശേഷണത്തിലെ CM വലിയുല്ലാഹിയെ പങ്കു ചേർത്തു നാ മൗലവി പറയുന്നത്. പോലെന്ന് കേട്ടപ്പോത്തിന് പങ്കു ചേർക്കലായോ മുജാഹിദ്? എന്നാ വരട്ടെ അൽമനാർ സ്ക്രീനില്. ആ അൽമനാറിൽ വഹാബികള് അള്ളാനെ പോലെ റസൂലുള്ളയും റഹീമാണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. CM വലിയുല്ലാഹി അള്ളാനെ പോലെ കേൾക്കുമെന്ന് പറഞ്ഞതിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കാതെ ആ ഒരു ചുരുങ്ങിയ വാചകത്തെ ആടിനെ പട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന വഹാബികളെ നിങ്ങൾ അൽമനാറിൽ എന്താ എഴുതുന്നത്? കേട്ടോളൂ മുജാഹിദേ. എന്നാൽ അർറഹീം എന്ന വിശേഷണം അല്ലാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷണമായും അല്ല പറഞ്ഞിട്ടുണ്ട്. മുജാഹിദേ, അല്ല റഹീമായതുപോലെ അള്ളാന്റെ റസൂലും റഹീമാന്ന് നിങ്ങൾ അൽമനാറിൽ പറഞ്ഞിട്ടില്ലേ? അത് അള്ളാന്റെ റസൂലിനെ അള്ളാഹുവിൽ പങ്കു ചേർത്ത് ദൈവാക്കലാണോ? ആടിനെ പട്ടിയാക്കുമ്പോ അൽമനാർ സ്ക്രീനിൽ വരും മുജാഹിദ്. ഇനി പോലെ എന്ന് പറഞ്ഞതല്ലേ മൗലവിന്റെ പ്രശ്നം. എന്നാൽ യഥാർത്ഥത്തിൽ കുഫറിന്റെ അർത്ഥം വരുന്നത് പോലെ സൃഷ്ടികളോട് വഹാബികൾ അള്ളാഹുവിനെ തുല്യപ്പെടുത്തുകയാണ്. എങ്ങനെ? അള്ളാഹ്ക്ക് കൈയുണ്ട് എന്ന് മാത്രല്ല, അള്ളാഹു കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ഭൂമിയെ ചുരുട്ടിപ്പിടിച്ചെറിയുമെന്ന് സക്കരിയ സ്വലായി പ്രസംഗിക്കുകയാണ്. പോലെയല്ലേ നിങ്ങളെ പ്രശ്നം? കുട്ടികൾ പന്തെറിയുന്നത് പോലെ അല്ലാഹു ഭൂമിയെ എറിഞ്ഞളയുന്നതാണ്. ഈ പോലെ സൃഷ്ടികളെ അള്ളാഹുവിൽ പങ്കുചേർക്കലാണോ മുജാഹിദ്? അൽമനാറിൽ പറഞ്ഞതും CM സ്മരണികയിൽ പറഞ്ഞതൊന്നും ആ അർത്ഥത്തിൽ ഡേഞ്ചർ അല്ല. എന്നാൽ ഇപ്പറഞ്ഞുണ്ടല്ലോ, ഇത് ഒറിജിനൽ അള്ളാഹുവിന്റെ വിശേഷണത്തിൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലാണ്. നിങ്ങൾ അള്ളാഹ് ആകാശത്തിരുന്നു എന്ന് ഇപ്പൊ പറയുന്നത് പോലും അത് സൃഷ്ടികളോട് തുല്യപ്പെടുത്തലാണ്. നിങ്ങൾ അമാനി മൗലവി വരെ എഴുതി വെച്ചിട്ടില്ലേ ഖുർആൻ പരിഭാഷയിലെ? ഒരു മൗലവിയാണോ? ഇനി വേറൊരു മൗലവിയും ഇതേപോലെ പറയാണ്, കുട്ടികൾ പന്തെറിയുന്നത് പോലെ തന്നെ. കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചണ മാതിരി അള്ളാന്റെ ജയിലും കോലങ്ങൾക്ക് ആണോ? ഇതല്ലേ മൗലവിമാരെ യഥാർത്ഥത്തിൽ കുഫിരിയത്ത്? ഇതുണ്ടാകും. കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അല്ലാഹു അറിയും. അപ്പൊ ഇപ്പോലെ ഉണ്ടല്ലോ, അപ്പോലെന്റെ അടിസ്ഥാനത്തിൽ കാഫിറാണോ മുസ്ലിമാണോ? നിങ്ങൾ ഇതൊക്കെ താങ്ങി പിടിച്ചു കൊണ്ടുവരുമ്പോ അവനാന്റെ ബുക്കും കടലാസും മൗലവിമാരെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടു നോക്കിക്കൂടെ? ഇനിയോ മുജാഹിദുകളെ,
എന്നിട്ട് ഇതൊന്നും മൗലവി കാണാതെ, ഇതിനൊന്നും മറുപടി പറയാതെ കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലത്ത് 100 കൂട്ടം വൈകൃത വിശ്വാസം അള്ളാനെ പോലും വെച്ചു പുലർത്തി അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയ വഹാബികൾക്കെതിരെ അവരുടെ പാഷാണം വെച്ച് നമ്മൾ പറഞ്ഞ മറുപടിയെ തൊടാതെ ഈ CM സ്മരണികയിൽ നമ്മൾ CM വലിയുല്ലാഹിയെ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുല്ലുവല്ലാഹു സൂറത്ത് ഓതിത്തരാണ് മുജാഹിദ് മൗലവി. സൂറത്തുൽ ഇഖ്ലാസ് മനപ്പാടമുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നവർ? അതാണ് ഞങ്ങളൊക്കെ മടപ്പാടുള്ള ആൾക്കാരാ. എന്താ അതിൽ പഠിപ്പിച്ചത്? അതോ 2000-ന്റെ ശേഷങ്ങൾ വെച്ചു പുലർത്തുന്ന വഹാബി ദൈവം ഇസ്ലാമിന്റെ അള്ളയല്ല, അല്ലാഹ്ക്ക് തുല്യരായി ആരുമില്ല. ഇല്ല, ഇങ്ങക്ക് അള്ളാഹ്ക്ക് തുല്യനായി കുട്ടികളുണ്ട്, അള്ളാഹ്ക്ക് തുല്യനായി നിങ്ങളെ മുജാഹിദ് ഓഫീസിലെ പ്രിൻസിപ്പൾ ഉണ്ട്. ഇരിക്കണ കടക്കണ നടക്കണ വിഗ്രഹ സമാന ദൈവമാണ് നിങ്ങളത്. കുല്ലു അല്ലാഹു ഓതിയാൽ അത് മലർന്നു കിടന്നു തുപ്പും പോലെ നിങ്ങളെ നെഞ്ഞത്തേക്ക് വരും. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹനെ പോലെ ആരുമില്ല. ഇല്ല. അതുകൊണ്ടാണ് അമാനി മൗലവി പറഞ്ഞത് അള്ളാഹ് ആകാശത്താണ് എന്ന് പറയുന്നത് സൃഷ്ടികളോട് അള്ളാഹനെ തുല്യപ്പെടുത്തലാണ്. അതനുസരിച്ച് നിങ്ങളിപ്പോ സൃഷ്ടികളോട് അള്ളാഹനെ തുല്യപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലേ ഖുർആന്റെ പ്രയോഗം? അതാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ദൈവം ശരിയല്ല എന്ന് ഞങ്ങൾ പറയുന്നത്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹനെ പോലെ ആരുമില്ല. ഇല്ല. ഫലാ തജ്അലൂ ലില്ലാഹി അപ്പോ അൻദാദ, അള്ളാനെ പോലെ ആരുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ പന്തെറിയുന്നത് പോലെ അള്ളെറിയുമെന്ന് പറഞ്ഞത് കുഫ്റാൻ, അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലാണ്. അള്ളാഹ് ആകാശത്താന്ന് പറയുന്നത് അതാണ്, കയ്യുണ്ട് എന്ന് പറയുന്നത് അതാണ്, ഭാഗമുണ്ട് എന്ന് പറയുന്നതാണ്. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്, നിങ്ങളെ പുരോഹിതരും പൂർവ്വകാലത്ത് പഠിപ്പിച്ചതാണ്. എന്നാൽ CM സ്മരണികയിൽ എന്താള്ളത്? നിങ്ങള് സെമിയൽ കരീബ വൽ ബഈദ്, അകലെയുള്ളത് കേൾക്കാനും കാണാനും കഴിയുമെന്നേ ആ പോലെ കൊണ്ട് അർത്ഥാക്കിയിട്ടുള്ളൂ. അത് അതിന്റെ ശേഷം തന്നെ പറയുന്നുണ്ട്. CM സ്മരണികയിൽ എന്താ പറയുന്നത്? പക്ഷേ അത് അത്രയും അള്ളാഹു നൽകിയതായതുകൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ഇവിടെ ശ്രദ്ധേയമാണ്. ഇവിടെ പോലെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെത് സ്വതന്ത്രാധികാരമാണ്, വലിയൻ്റെത് അള്ളാഹ് കൊടുക്കുന്നതാണ് എന്ന വ്യത്യസ്തത ഇതേ സ്മരണിയിലുണ്ട്. അത് പറയാതെ അത് മൂടി വെച്ച് വഹാബികളുടെ സ്വന്തം കുഫിരിയത്ത് മറച്ചു വെച്ച് നമുക്കെതിരെ മാറ്റങ്ങളും വൈരുദ്ധ്യങ്ങളും ആരോപിക്കാനുള്ള ശ്രമം മൗലവി നടത്തിയതും കയ്യോടെ പിടികൂടി കയ്യിൽ തരുകയാണ് പുരോഹിതരെ.